ശ്രീ കണ്ണൂർ ബിഷപ്പ് ശ്രീ അലക്സ് വടക്കുംതല നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിനെ, പോപ്പ് ഫ്രാൻസിസിനെ താങ്കൾ എങ്ങനെയാണ് ഓർക്കുക? ഇപ്പോൾ നിരവധി കർദിനാൾമാർ അദ്ദേഹത്തെ അനുസ്മരിക്കുകയും ചെയ്തു. എല്ലാവരും ഒരേ നാവിൽ ഒരേ സ്വരത്തിൽ പറയുകയാണ്, മാനവികത തന്നെയാണ് മഹത്തരമെന്ന് ഉദ്ഘോഷിച്ച ആ മഹായിടയൻ എല്ലാവരെയും ചേർത്ത് നിർത്തിയ, അതായത് അഭയാർത്ഥികളെയും അശരണരെയും അഗതികളെയും ലൈംഗിക ന്യൂനപക്ഷങ്ങളെയും എല്ലാം ചേർത്ത് പഠിച്ച മഹാനായിരുന്നു അദ്ദേഹം എന്നുള്ളത്. അതായത് കത്തോലിക്ക സഭയ്ക്ക് ഇങ്ങനെ ഒരു വിശുദ്ധ തന്നെ കിട്ടിയത് വലിയ കാര്യമെന്ന അർത്ഥത്തിൽ തന്നെയാണ് അവരെല്ലാം പറയുക. എങ്ങനെയാണ് താങ്കൾ അനുസ്മരിക്കുന്നത് പോപ്പ് ഫ്രാൻസിസിനെ? ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രവാചക ശബ്ദം നിലച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം വിശ്വാസങ്ങൾക്കും മതത്തിന്റെ അതിർത്തിവരമ്പുകൾക്കപ്പുറം അദ്ദേഹം നിലകൊണ്ടു. സോദരർ സർവരും ഫ്രatelli tutti എന്ന ആ ഒരു സാമൂഹിക പ്രബോധനം വഴി അദ്ദേഹം ലക്ഷ്യമിട്ടത് ഇതാണ്: മതത്തിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ പരസ്പരം അകലാൻ പാടില്ല. പ്രത്യുത ഈശ്വര വിശ്വാസം നമ്മെ, നമ്മുടെ ഹൃദയങ്ങളെ കൂടുതൽ അടുപ്പിക്കണമെന്നാണ് കാണിച്ചത്. അതോടൊപ്പം തന്നെ ലൗദാത്തോ സി, ദൈവമേ അങ്ങേക്ക് സ്തുതി എന്ന മറ്റൊരു സാമൂഹിക പ്രബോധനം ഈ ഒരു സൃഷ്ട പ്രപഞ്ചത്തിന്റെ, നമുക്ക് ചുറ്റുമുള്ള ഈ ഹരിതാപം നിറഞ്ഞ ഈ ഭൂപ്രദേശം സംരക്ഷിക്കാൻ നാം കൈകോർക്കണം. കാരണം ഇത് നമ്മുടെ പൊതുഭവനമാണ്, ഇറ്റ്സ് അവർ കോമൺ ഹോം. അതാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത്. തന്റെ അവസാനത്തെ ഈ വത്തിക്കാനിൽ നിന്ന് കാരശ്ശേരി ജമല്ലി ആശുപത്രിയിൽ ഏകദേശം 36 ദിവസം കഴിഞ്ഞിട്ട് തിരികെ വന്നിട്ട് വീൽ ചെയറിലാണെങ്കിലും അദ്ദേഹം താമസിച്ചിരുന്ന കാസ സാങ്ക്ത മാർത്ത എന്ന് പുറത്തു പോയത്, ഈ കഴിഞ്ഞ വ്യാഴാഴ്ച പോയത് അവിടുത്തെ റെജീന ചേളി ജയിലിലാണ്. എന്താണ് അപ്രകാരമുള്ള ഒരു സന്ദർശനം വഴി ലോകത്തെ അറിയിക്കുന്നത്? അദ്ദേഹത്തിന്റെ നിലപാടാണ്, അദ്ദേഹത്തിന്റെ ദർശനമാണ്. പ്രത്യേകിച്ച് രോഗികള്, തടവിലാക്കപ്പെട്ടവര്, കുടിയേറ്റവര്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊപ്പമുള്ള ഒരു നിലപാടാണ് ഫ്രാൻസിസ് പാപ്പ ലോകത്തിനു വേണ്ടി മാതൃകയായി നൽകിയത്. ലോകത്തിന്റെ മനസാക്ഷിയുടെ മുൻപിൽ അദ്ദേഹത്തിന്റെ ശബ്ദം, പ്രത്യേകിച്ച് യുദ്ധത്തിനെതിരെ, വിഘടിച്ചു നിൽക്കുന്ന സമൂഹങ്ങൾക്കെതിരെ അനുരചനത്തിന്റെ സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. ഉക്രൈൻ റഷ്യൻ യുദ്ധം നടക്കുന്നു. ഏറ്റവും കൂടുതൽ ആ യുദ്ധത്തിനെതിരെ സമാധാനത്തിനു വേണ്ടി ശബ്ദിച്ച സ്വരം ലോക നേതാക്കൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രാൻസിസ് പാപ്പയുടേതായിരുന്നു. അദ്ദേഹം തന്റെ സന്ദേശകരെ ഈ 2 രാഷ്ട്രങ്ങളിലും പോയി സംസാരിക്കാൻ, അനുരചനം കൊണ്ടുവരുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. അവസാന ദിവസത്തെ പ്രഭാഷണത്തിൽ പോലും പാലസ്തീനിലുള്ള ആ അസ്വസ്ഥതകൾക്ക് വിരാമം ഇടണം എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ അവസാനം വരെ തന്റെ ദൗത്യം, പ്രത്യേകിച്ച് ആഗോള കത്തോലിക്ക സഭയുടെ അജപാലന ശുശ്രൂഷ നേതൃത്വത്തോടൊപ്പം തന്നെ പൊതുസമൂഹത്തിനു വേണ്ടിയുള്ള തന്റെ ഒരു പ്രവാചക ദൗത്യം പൂർത്തീകരിക്കുകയായിരുന്നെന്നാണ് എനിക്ക് തോന്നിയത്. സിനഡ് ഓൺ സെൻട്രാലിറ്റി, അതായത് സഭയ്ക്കൊരു പുതിയ ദർശനം, പരസ്പരം കേൾക്കാൻ, ഓരോരുത്തരുടെയും സ്വരം ശ്രവിച്ച് ഒരുമിച്ച് നീങ്ങാൻ, ഒത്തൊരുമിച്ചുള്ള മുന്നോട്ടുള്ള യാത്ര, അതാണ് കത്തോലിക്ക സഭയ്ക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ആവശ്യം. അവിടെ ആരെയും ഒഴിച്ചു നിർത്താൻ പാടില്ല. കുഞ്ഞുങ്ങളെയും പലവിധത്തിലുള്ള പരിമിതികളുള്ളവരെയും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, എല്ലാവരെയും ശ്രമിച്ചുകൊണ്ടുമാണ് സഭ മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ഒരു ദർശനം ഈ ഒരു കാലഘട്ടത്തിൽ ഫ്രാൻസിസ് പാപ്പ നൽകി. അദ്ദേഹത്തിന്റെ അപ്രവാചക ശബ്ദം ഇന്ന് രാവിലെ 7:45 വത്തിക്കാനിലെ ആ സാങ്ക്ത മാർത്ത എന്ന വസതിയിലെ ആ കൊച്ചുമുറിയിൽ നിശ്ചലമായി. പക്ഷേ ആ സ്വരത്തിന്റെ പ്രതിധ്വനി മാനവ ഹൃദയങ്ങളിൽ, മാനവ മനസ്സാക്ഷിയിൽ വീണ്ടും പ്രകമ്പനം കൊള്ളും എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. ഇതൊരു ജൂബിലി വർഷമാണ് കത്തോലിക്ക സഭയ്ക്ക്, 2025. ആ ജൂബിലിയുടെ പ്രത്യേകമായ ആപ്തവാക്യം പ്രത്യാശയുടെ പ്രവാചകർ എന്നതായിരുന്നു. അങ്ങനെ ഈ ഒരു സമൂഹത്തില്
സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ ഒക്കെ പ്രത്യാശ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരായി തീരണമെന്നാണ് ഫ്രാൻസിസ് പാപ്പയുടെ ആ അഭിലാഷം. ഇന്നലെ ഉച്ചവരെ, അതായത് ഈസ്റ്റർ ഞായറാഴ്ച ഉച്ചയ്ക്ക് അവിടെ വത്തിക്കാൻ സെയിന്റ് പീറ്റേഴ്സ് ചത്തുരത്തില് ഒരുമിച്ച് കൂടുന്ന വിശ്വാസികളെയും സന്ദർശകരെയും കണ്ട് ആ വീൽ ചെയറിലാണെങ്കിലും പോയി അവരെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് അങ്ങനെ അവസാന നിമിഷം വരെ തന്നെ ഏൽപ്പിച്ച ആ ദൗത്യം വിശ്വസ്തതാപൂർവം മാതൃകയോടുകൂടെ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈ പാപ്പ വിടവാങ്ങുന്നത്. ഒരു കാലഘട്ടത്തിന്റെ പ്രവാചക ശബ്ദം നിലച്ചെങ്കിലും അതിന്റെ പ്രതിധ്വനി പൊതുസമൂഹത്തിൽ ഇനിയും തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 2 വർഷം 2023 ഒക്ടോബറിലും 2024 ഒക്ടോബറിലും ഈ സിനഡിനു വേണ്ടി ലോകത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള കർദിനാൾമാരും ബിഷപ്പുമാരുടെയും മറ്റുള്ളവരുടെയൊക്കെ പ്രതിനിധികളോടൊപ്പം അവിടെ പങ്കുകൊള്ളാൻ സാധിച്ചിരുന്നു. എനിക്കും വത്തിക്കാനില് പോൾ ദ സിക്സ്ത് ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്ന ഈ ഓരോ മാസം നീണ്ടുന്ന സിനഡ് സമ്മേളനങ്ങളിൽ ഫ്രാൻസിസ് പാപ്പ വ്യക്തിപരമായി വന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ലാളിത്യം, അദ്ദേഹത്തിന്റെ ആ എളിമ നിറഞ്ഞ പെരുമാറ്റം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മനോഭാവം, അതൊക്കെ യഥാർത്ഥത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഉത്തരവാദിത്വം വഹിക്കുന്നവർക്കെല്ലാം വലിയ മാതൃകയാണ്, പ്രചോദനമാണ്, വെല്ലുവിളിയാണ്. ശരി, വളരെ നന്ദി ശ്രീ ഡോക്ടർ അലക്സ് വടക്കുംതല, കണ്ണൂർ ബിഷപ്പ്, ഞങ്ങളോട് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിച്ചതിനിപ്പോൾ